അപ്പോൾ പൈതഗോറസ് ട്രിപ്പിൾസ് അഥവാ പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയുന്ന പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ട്രിപ്പിൾസ് എന്താണ്? ട്രിപ്പിൾസ് മൂന്ന് അല്ലെ, മൂന്നെന്നാണ് ട്രിപ്പിൾസ് എന്ന് പറയുന്നതിന്റെ മീനിങ് അല്ലെ. അപ്പോൾ 3 നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പൈതഗോറസ് ട്രിപ്പിൾസ് എഴുതാൻ പോകുന്നത്. ഓക്കെ, 3 നമ്പേഴ്സിനെ നമ്മൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പൈതഗോറസ് ട്രിപ്പിൾസ് എഴുതാൻ പോകുന്നത്. വെറുതെ 3 നമ്പേഴ്സ് അല്ല, ഈ 3 നമ്പേഴ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഈ 3 നമ്പേഴ്സിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതെന്താണ് എന്ന് മിസ് ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ മിസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്യാണ്. 3 സ്ക്വയറിനെയും 4 സ്ക്വയറിനെയും ആഡ് ചെയ്യാൻ പോവാണ്. നോക്കാം, നമുക്ക് 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ് എന്നറിയാം അല്ലെ. അതുപോലെ 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണെന്ന് അറിയാം. ഇവരെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്? 25 ആണ് കിട്ടുന്നത് അല്ലെ. 25 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ സ്ക്വയർ അല്ലേ അല്ലെ. അപ്പോ 3യുടെ സ്ക്വയറിനെയും 4ന്റെ സ്ക്വയറിനെയും ആഡ് ചെയ്തപ്പോൾ 5ന്റെ സ്ക്വയർ കിട്ടി. നോക്കാം, 2 ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് അവരെ ആഡ് ചെയ്തപ്പോൾ ഒരു വലിയ നമ്പറിന്റെ സ്ക്വയർ നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് പൈതഗോറസ് ട്രിപ്പിൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, 2 ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് വലിയൊരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് കിട്ടുവാണ് എങ്കിൽ ആ 3 നമ്പേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പൈതഗോറസ് ട്രിപ്പിൾസ് അഥവാ പൈതഗോറസ് ത്രയങ്ങൾ. ഓക്കെ, that is 3, 4, 5 are പൈതഗോറസ് ട്രിപ്പിൾസ്. ഇനി ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ് പൈതഗോറസ് ട്രിപ്പിൾസ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിനൊരു ട്രിക്ക് ഉണ്ട്. അത് അത്ര എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അത് നോക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കേ, 3ഉം 4ഉം 5ഉം ആണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ ഇവർക്ക് പകരം മിസ് എടുക്കുകയാണ് XYZ എന്ന് പറയുന്ന 3 നമ്പേഴ്സിനെ. ഇവർ 3 പേരും പൈതഗോറസ് ട്രിപ്പിൾസ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? z സ്ക്വയർ കിട്ടണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണ് എങ്കിൽ we can say that x, y and z is പൈതഗോറസ് ട്രിപ്പിൾ അല്ലെ. അവരങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2 നമ്പേഴ്സിനെ എടുക്കാണ്. m എന്നും n എന്നും പേരുള്ള 2 നമ്പേഴ്സ് നമ്മൾ എടുത്തു. ഓക്കെ, m n എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 നമ്പേഴ്സിനെ എടുക്കാണ്. ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇനി x എന്താണ്, y എന്താണ്, z എന്താണ് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം, x എന്ന് പറയുന്ന ആളെ നമ്മൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്: m സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്നാണ് എക്സിന് എഴുതുന്നത്. ഓക്കെ, എമ്മും എന്നും 2 നമ്പേഴ്സ് ആണ്. അവരുടെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് എക്സിനെ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ മിസ് എഴുതി. ഇനി വൈനെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: 2 ഇൻറ്റു m ഇൻറ്റു n. അതായത് എമ്മിൻ്റെയും എന്നിൻ്റെയും പ്രോഡക്റ്റിന്റെ ട്വൈസ് ആണ് ആരെന്ന് പറയുന്നത്? y എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇനി ഇസഡിനെ നമ്മൾ എടുക്കുന്നത്, ഇസഡ് ആണ് വലിയ ആളല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നതിൽ ഇസഡ് എന്ന് പറയുന്ന ആളാണ് വലുതല്ലേ. അപ്പോൾ ഇസഡിനെ നമ്മൾ എഴുതുന്നത് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പൈതഗോറസ് ത്രയങ്ങളിൽ ട്രിപ്പിൾസിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയറും അതുപോലെ വൈയുടെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത് 2mn ഉം ഇസഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയറും ആണ്. അപ്പൊ നമുക്ക് അതൊന്നൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. എമ്മിന് മിസ് 2 എന്ന പേര് 2 എന്ന് എടുക്കാണ്. 2 ആണ് നമ്പർ. ഓക്കെ, എൻ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എമ്മിന് 3 എന്നും എന്നിന് 2 എന്നും കൊടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നോക്കാം, എമ്മിന് 3 എന്ന് കൊടുത്തു, എന്നിന് 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും വൈയും ഇസഡും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം.
അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ നമുക്ക് വരുന്നത് 3 സ്ക്വയർ അല്ലെ. എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ആണ്. അപ്പോൾ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ നമുക്ക് കിട്ടും. 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. അപ്പൊ 9 മൈനസ് 2 സ്ക്വയർ 4 ആണ് അല്ലെ. അപ്പൊ 9 മൈനസ് 4 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇനി വൈക്ക് നമ്മൾ പേര് കൊടുക്കുകയാണ്. വൈ എന്ന് പറയുന്നത് എന്താണ്? 2mn ആണ് അല്ലെ. അതായത് 2 ഇൻറ്റു എം എന്ന് പറയുന്ന 3 ആണ്, എൻ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 3 ഇൻറ്റു 2 എന്താണ്? 4 ഇൻറ്റു 3 അല്ലെ. ദാറ്റ് ഈസ് 12 ആണ് നമുക്ക് വൈ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇസഡ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇസഡ് എന്താണ്? എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ആണ് ഇസഡ് എന്ന് പറയുന്ന ആള് അല്ലെ. ദാറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 4 ആണ് ആരെന്ന് പറയുന്നത്? ഇസഡ് എന്ന് പറയുന്നത് അല്ലെ. 9 പ്ലസ് 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ വരുന്നത്? 13 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സും വൈയും ഇസഡും നമുക്ക് കിട്ടി അല്ലേ. ഇവര് പൈത്തഗോറസ് ട്രിപ്പിൾസ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ ഇസഡ് സ്ക്വയർ നമുക്ക് കിട്ടണം അല്ലെ. രണ്ട് ചെറിയ നമ്പേഴ്സ്, ഇവിടുത്തെ ചെറിയ നമ്പേഴ്സ് ആരൊക്കെയാണ്? 5ഉം 12ഉം ആണ് അല്ലെ. ഈ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുമ്പോൾ വലിയ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 5 സ്ക്വയർ അല്ലെ, എക്സിന്റെ സ്ക്വയർ എടുക്കാം. എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്ന ആളാരാണ്? 5 ആണ് അല്ലെ. അപ്പൊ 5 സ്ക്വയർ പ്ലസ് ഇനി വൈയുടെ സ്ക്വയർ ആണ് അടുത്തത് വേണ്ടത് അല്ലെ. വൈയുടെ സ്ക്വയർ എത്രയാണ്? 12ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 144. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാം. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ എഴുതി. അപ്പൊ എന്താ ചെയ്തത്? ആദ്യം എക്സിന്റെ സ്ക്വയർ എടുത്തു, അതിനുശേഷം വൈയുടെ സ്ക്വയർ എടുത്തു, രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. 25 പ്ലസ് 144 ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 9 6 1. ഓക്കെ, 169 എന്ന് നമുക്ക് കിട്ടി. ഈ 169 എന്ന് പറയുന്ന ആളാരാണ്? 13ന്റെ സ്ക്വയർ ആണല്ലോ അല്ലെ. നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടിയേ? 5ന്റെ സ്ക്വയറിനോട് കൂടി 12ന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 13ന്റെ സ്ക്വയർ കിട്ടി. ഓക്കെ, രണ്ട് ചെറിയ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുത്തപ്പോൾ എന്ത് കിട്ടി? വലിയ നമ്പറിന്റെ സ്ക്വയർ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് 5, 12 and 13 are Pythagoras triples. ഇവര് മൂന്ന് പേരും Pythagoras triples ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇസഡിന്റെ സ്ക്വയർ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ എന്താണ് പൈത്തഗോറസ് ത്രയങ്ങൾ അഥവാ പൈത്തഗോറസ് ട്രിപ്പിൾസ് എന്ന് ക്ലിയർ അല്ലേ? വേറെ ഒന്നും നോക്കണ്ട. ഇവരില് ഏറ്റവും ചെറിയ നമ്പേഴ്സിന്റെ ചെറിയ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുക. അത് വലിയ നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പൈതഗോറസ് ട്രിപ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് എക്സിനും വൈക്കും ഇസഡിനും എം വെച്ചിട്ട് ഓരോ വാല്യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വരുമോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുക്കുമ്പോൾ ഇസഡ് സ്ക്വയർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മുടെ നമ്പേഴ്സ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അല്ലാതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ആണല്ലേ. എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ആണ് എക്സ് എന്ന് പറയുന്ന ആള്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം? എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി പ്ലസ് അടുത്ത ആരാ ഉള്ളത്? വൈ സ്ക്വയർ ആണ്. വൈ എന്ന് പറയുന്ന ആരാണ്? 2mn ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കാം. 2mn ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ലെ. ഇത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ എടുക്കും. ഓക്കെ, എക്സ് സ്ക്വയർ എടുക്കും. എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന ആളാരാണ്? എം സ്ക്വയർ ആണ്. എം സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, എം സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, മൈനസ് നമ്മൾ എന്താ ചെയ്യുന്നത്? മൈനസ് 2 ഇൻറ്റു
എക്സ് വൈ, എക്സിനും വൈക്കും പകരം എം സ്ക്വയറും എൻ സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അത് എഴുതുക. ഓക്കെ, ഇനി പ്ലസ് ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നേ, വൈയുടെ സ്ക്വയർ എടുക്കും. വൈക്ക് പകരം വന്നിരിക്കുന്ന എൻ സ്ക്വയർ ആണ്. അപ്പോൾ എൻ സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കുക. പ്ലസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, സ്ക്വയർ ഓരോന്നിനും കൊടുക്കണം അല്ലെ. 2 സ്ക്വയർ എടുക്കുമ്പോൾ 4 എന്ന് കിട്ടും. എം സ്ക്വയർ എൻ സ്ക്വയർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ്, ഇവിടെയും നമുക്ക് ബ്രാക്കറ്റ് വരുന്നുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. എം സ്ക്വയറിന്റെ ഒരു സ്ക്വയർ കൂടെ എടുക്കാം. എം സ്ക്വയറിന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ നമുക്ക് എന്താ വരുന്നത്, എം റേസ് ടു 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മൈനസ് 2 ഇൻറ്റു എം സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് ഇവിടെയും എൻ റേസ് ടു 4 എന്ന് കിട്ടും പ്ലസ് 4 എം സ്ക്വയർ എൻ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4 എം സ്ക്വയർ എൻ സ്ക്വയറിൽ നിന്നും 2 എം സ്ക്വയർ എൻ സ്ക്വയർ നമ്മൾ മൈനസ് ചെയ്യാണ്. 4 ആപ്പിളിൽ നിന്നും 2 ആപ്പിൾ കളയാണ്. അപ്പൊ ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും, 2 ആപ്പിൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം, 4 എം സ്ക്വയർ എൻ സ്ക്വയർ മൈനസ് 2 എം സ്ക്വയർ എൻ സ്ക്വയർ എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം, പ്ലസ് 2 എം സ്ക്വയർ എൻ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. 4ൽ നിന്നും 2 പോയി അല്ലെ, 4ൽ നിന്നും 2 പോയപ്പോ ബാക്കി 2 ഉണ്ട്. അതാണ് നമ്മൾ 2 എം സ്ക്വയർ എൻ സ്ക്വയർ എന്ന് എഴുതിയത്. പ്ലസ് എൻ റേസ് ടു 4 മിസ് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, എം റേസ് ടു 4 പ്ലസ് എൻ റേസ് ടു 4 പ്ലസ് 2 ഇൻറ്റു എം സ്ക്വയർ എൻ സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് എന്തിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം, ഇസഡ് സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം. ഇസഡ് ആരാണ്, എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ആണ് അല്ലെ. അതൊന്ന് ചെയ്തു നോക്കാം. എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കാം. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നോക്കാം, ഇത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല കിടക്കുന്നത് ജസ്റ്റ് നമുക്ക് അറിയാം അല്ലെ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. വൈ സ്ക്വയർ ആരാണ്, എൻ സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് വരും. ഓക്കെ, എൻ സ്ക്വയറിന്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, എം റേസ് ടു 4 പ്ലസ് 2 ഇൻറ്റു എം സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് എൻ റേസ് ടു 4. അല്ലെങ്കിൽ ഇത് നമുക്ക് ഓർഡറിൽ ഒന്ന് മാറ്റം വരുത്തി എഴുതിയാലോ, എം റേസ് ടു 4 പ്ലസ് എൻ റേസ് ടു 4 പ്ലസ് 2 ഇൻറ്റു എം സ്ക്വയർ എൻ സ്ക്വയർ. ഓക്കെ, ഈ രണ്ടും സെയിം അല്ലേ എന്ന് നോക്കിക്കേ, ആണല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ആള് ഇസഡ് സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ആരെ എടുത്തത്, ഇതിന് ഓരോന്നിനും ഇങ്ങനെ ഒരു വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പൈത്തഗോറസ് ട്രിപ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് എക്സിനും വൈക്കും ഇസഡിനും ഈ വാല്യൂസ് കൊടുത്താൽ മതി. അത് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി എമ്മിനും എന്നിന് പകരം ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പൈത്തഗോറസ് ട്രിപ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ 2 ഐഡന്റിറ്റീസ് ആണ് ഇവിടെ പഠിച്ചത് അല്ലെ. അതൊന്നും ഓർത്തിരിക്കണം. ഏതായിരുന്നു നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസ്, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനും എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനും. ഇത് രണ്ടുമായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് പറയുന്നതായിരുന്നു. ഓക്കെ, അതുപോലെ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ഐഡന്റിറ്റീസും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മറക്കാതെ നോക്കുക. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ എല്ലായിടത്തും പ്ലസ് ആണ്. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെയാണ് 2xyയുടെ കൂടെ വരുന്ന ആള് മൈനസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 49ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം, 49 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ.
അപ്പോൾ 49 എന്ന് പറയുന്ന ആള് നമുക്കറിയാം 40ക്കും 50ക്കും ഇടയിൽ വരുന്ന ആളാണ് അല്ലേ. പക്ഷേ 49 കൂടുതൽ അടുത്തിരിക്കുന്ന ആരുടെ അടുത്തേക്കാണ് കൂടുതൽ ഇരിക്കുന്നത്? 50യുടെ അടുത്തേക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് 49നെ എങ്ങനെ എഴുതാം? 50 - 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 49നെ നമ്മൾ എങ്ങനെ എഴുതി? 50 - 1 എന്ന് നമ്മൾ എഴുതി. അപ്പൊ അതിന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50 - 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇപ്പൊ ഇത് നോക്കിക്കേ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ ഫോമിലേക്ക് മാറി അല്ലെ. ഇത് നമുക്ക് ചെയ്യാൻ അറിയാം അല്ലെ. എങ്ങനെയാണ്? എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 50 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ്, ഓക്കെ, പ്ലസ് ആണോ വരേണ്ടത്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിൽ മൈനസ് ആണ് 2xy എന്ന് പറഞ്ഞ് വരേണ്ടത്. ഓക്കെ, മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം ആരാണ്? 50 ആണ്. വൈക്ക് പകരം ആരാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50 സ്ക്വയർ. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണെന്ന് അറിയാലോ അല്ലെ. ഇനി 0ന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ എന്തായിട്ട് മാറും? 2 0 ആയിട്ട് മാറും. പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു 50 എത്രയാണ്? 100 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 2500ൽ നിന്നും 100 മൈനസ് ചെയ്യുക, 1 ആഡ് ചെയ്യുക. എന്തായിരിക്കും വരുന്നത്? 100 മൈനസ് ചെയ്യുമ്പോൾ 2400 നമുക്ക് കിട്ടും അല്ലെ. പ്ലസ് 1 ഇറ്റ്സ് ഈക്വൽ ടു 2401 എന്ന് നമുക്ക് കിട്ടും. എന്ത്? 49 സ്ക്വയർ. അപ്പൊ നോക്കാം, 49 സ്ക്വയറിനെ വേണമെങ്കിൽ നമുക്ക് 40 + 9 ദ ഹോൾ സ്ക്വയർ വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ 50 - 1 എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 98ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പൊ 98ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, 98 എന്ന് പറയുന്ന ആള് 90ക്കും 100നും ഇടയിൽ വരുന്ന ആളാണ്. പക്ഷെ 100നോടാണ് കൂടുതൽ അടുത്തിരിക്കുന്നത് അല്ലെ 98. സോ നമുക്ക് 98നെ 100 - 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 98ന്റെ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100 - 2ന്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതും എന്ത് തന്നെയായിട്ട് മാറി? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലായിട്ട് മാറി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം അല്ലെ. എങ്ങനെയാണ്? എക്സ് സ്ക്വയർ എടുക്കുക. എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് 100 ആണ്. സോ 100 സ്ക്വയർ എടുക്കുക പ്ലസ് വൈ സ്ക്വയർ എടുക്കുക. വൈക്ക് പകരം വന്നിരിക്കുന്നത് 2 ആണ്. സോ 2 സ്ക്വയർ എടുക്കുക. ഇനി പ്ലസ് ആണോ? ഉണ്ടോ? അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്ലസ് അല്ല, മൈനസ് ആണ് വരേണ്ടത്. കാരണം എന്താണ്? എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ മൈനസ് തന്നെയാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. എക്സിന് പകരം 100, വൈക്ക് പകരം 2. 2 ഇൻറ്റു 100 ഇൻറ്റു 2 എന്ന് നമുക്ക് കിട്ടും. ഇനി 100ന്റെ സ്ക്വയർ എന്താണ്? നമുക്ക് എളുപ്പത്തിൽ എഴുതാം അല്ലെ. എന്താണ്? 10,000 ആണ്. പ്ലസ് 2 സ്ക്വയർ 4 ആണ് നമുക്കറിയാം. മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 2 എത്ര വരും? 400 എന്ന് വരും. ഓക്കെ, അപ്പൊ 10,000ൽ നിന്നും 400 നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പൊ എത്ര വരും? 9,600 എന്ന് നമുക്ക് കിട്ടും അല്ലെ. പ്ലസ് 4. ഓക്കെ, 9,600 പ്ലസ് 4 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 9,604 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 98 സ്ക്വയറിനെയും നമ്മൾ എന്ത് ചെയ്തു? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതി സോൾവ് ചെയ്തു ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7/3/4ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോ 7/3/4 നോക്കാം. 7/3/4 എന്ന് പറയുന്നതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ എടുക്കണ്ട. നമുക്കിപ്പോ നമുക്കൊന്ന് 7/3/4നെ എഴുതി നോക്കാം. ആദ്യം തന്നെ 7/3/4നെ നമുക്ക് 7 + 3/4 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അങ്ങനെ മാത്രമാണോ നമുക്ക് എഴുതാൻ പറ്റുന്നത്? അല്ല, എങ്ങനെ കൂടി എഴുതാം? 8 - 1/4 എന്നും നമുക്ക് എഴുതാം. 7നോട് കൂടി 3/4 ആഡ് ചെയ്യുന്നതാണ്
7 അല്ലെങ്കിൽ 7 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 8 - 1/4 നമുക്ക് എഴുതാം. ഇതിൽ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നത് 1/4 ആണ് അല്ലേ, 3/4നേക്കാളും. സോ നമ്മൾ 8 - 1/4 ആണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം വേണമെങ്കിൽ ഇത് തന്നെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. ഇപ്പം ഇവിടെ നോക്കാം, 8 - 1/4 ആണല്ലേ. നമ്മൾ എങ്ങനെയാണ് ഇവിടെ മൈനസ് വരുമ്പോൾ ചെയ്യുന്നത്? 8 മാത്രമാണ് കിടക്കുന്നതെങ്കിൽ അയാളുടെ കൂടെ താഴെ ഡിനോമിനേറ്ററിൽ ആരായിരിക്കും ഉള്ളത്? 1 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര എന്താ വരുന്നത്? 8 × 4. 8 × 4 എത്രയാണ്? 8 × 4 32 ആണ്. നമുക്ക് എന്ത് കിട്ടും? 32 - 1 × 1 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 × 1 ദാറ്റ് ഈസ് 4 നമുക്ക് കിട്ടും. 32 - 1 എത്ര വരുന്നേ? 31/4 എന്ന് നമുക്ക് കിട്ടും. ഈ 31/4 നമുക്ക് എങ്ങനെ എഴുതാം? 7 3/4 എന്ന് എഴുതാലോ. നോക്കിക്കേ, 7 × 4 എത്രയാണ്? 28 ആണ്. 28 + 3 എത്രയാണ്? 31 ആണ്. ഓക്കെ, അപ്പൊ 31/4 എന്ന് പറയുന്നതും 7 3/4 എന്ന് പറയുന്നതും ഈക്വൽ ആണ്, സെയിം ആണ് അല്ലെ. അതായത് 7 3/4 നമുക്ക് 8 - 1/4 എന്നും എഴുതാമെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 7 3/4 സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു 8 - 1/4 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എന്തായി? x - y the whole square എന്ന് പറയുന്ന ഫോമില ആയല്ലേ. നമ്മൾ അങ്ങനെ എഴുതുന്നേ? x² എടുക്കും. എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് 8 ആണ്. സോ 8² എടുക്കുക പ്ലസ് y² എടുക്കുക. വൈക്ക് പകരം വന്നിരിക്കുന്നത് 1/4 ആണ്. അപ്പൊ 1/4 സ്ക്വയർ എടുക്കുക മൈനസ് 2 × x × y അല്ലെ. 2 × എക്സിന് പകരം വന്നിരിക്കുന്നത് 8 ആണ്. വൈക്ക് പകരം വന്നിരിക്കുന്നത് 1/4 ആണ്. നമുക്ക് 8 × 1/4 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവരൊന്ന് നമുക്ക് ക്യാൻസൽ ഒക്കെ ചെയ്ത് ഒന്ന് സിമ്പിൾ ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? 8² ഉണ്ട് അല്ലേ. 8² എത്രയാണ്? 64 ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി 1/4 സ്ക്വയർ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ അവിടെ മീൻ ചെയ്യുന്നത്? 1 സ്ക്വയർ കൊടുക്കണം, 4 സ്ക്വയർ കൊടുക്കണം. ഓക്കെ, 1 സ്ക്വയർ എടുക്കുക എത്രയാണ്? 1 തന്നെയാണ് അല്ലേ. ഇനി 4 സ്ക്വയർ എടുക്കുക എത്രയാണ്? 16 ആണ്. ഓക്കെ, അപ്പൊ 1/4 the whole square എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 1/16 എന്ന് നമുക്ക് കിട്ടി. ഇനി ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 8ഉം 4ഉം കട്ട് ചെയ്ത് പോകും അല്ലെ. 8/4 എന്ന് പറയുന്നത് 2 ആണ്. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ഒരു 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 2 നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ 2 × 2 എത്ര വരും? 4 ആയിട്ട് വരും. ഓക്കെ, അപ്പൊ -4 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ 1/16 എന്ന് പറയുന്ന ആൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? 64ൽ നിന്നും 4നെ മൈനസ് ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്? 60 എന്ന് നമുക്ക് കിട്ടും. 60 + 1/16 എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60 + 1/16 എന്ന് പറയുന്നതിനെ 61/16 എന്ന് നമുക്ക് എഴുതാം അല്ലെ. നമ്മൾ എങ്ങനെ എഴുതുന്നേ? 7½ അല്ലെ. 7 + 1/2 എന്ന് പറയുന്നതിനെ 7 1/2 എന്ന് നമ്മൾ എഴുതാറുണ്ട് അല്ലെ. അതുപോലെ 60 + 1/16 എന്ന് പറയുന്നതിനെ 61/16 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? 7 3/4 സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം, ഏതാണ്? 9.25 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതായത് ഒരു ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 9.25 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ 9.25നെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? 9 + 0.25 എന്നും 10 - 0.75 എന്നും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് 9.25നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 10 - 0.75 0.75 ആണ് വന്നിരിക്കുന്നത്. അയാൾ ഇത്തിരി വലിയ ആളല്ലേ? ആണല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെറിയ ആൾക്കാരെ മാത്രം എടുക്കാറുള്ളൂ. സോ നമ്മൾ 9.25ന് പകരം എടുക്കുന്ന ആളാണ്
9 പ്ലസ് 0.25. ഓക്കെ, അപ്പോൾ 9 പ്ലസ് 0.25 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇതിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ 9.25 ദ ഹോൾ സ്ക്വയറിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 9 പ്ലസ് 0.25 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഇനി എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഇവർ കിടക്കുന്നത് അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 9 സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്താണ്? 0.25 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 9 ഇൻറ്റു 0.25 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 9 സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ് നമുക്കറിയാം. ഇനി നമുക്ക് 25ന്റെ സ്ക്വയർ 625 ആണ് എന്നറിയാലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു നമ്പറിൽ 0.25 എന്ന് പറയുന്ന നമ്പറിൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്, 2ഉം 5ഉം അല്ലേ? അപ്പൊ അവരുടെ സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റിന് ശേഷം ഇവരുടെ ഡബിൾ നമ്പേഴ്സ് വരണം. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ പോയിന്റിന് ശേഷം 4 നമ്പേഴ്സ് വരണം. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 നമ്പേഴ്സേ ആയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 0യും കൂടി അവിടെ കൊടുക്കുന്നു. പോയിന്റിന് ശേഷം 4 നമ്പേഴ്സ് ആയി. ഓക്കെ, ഇനി പ്ലസ് 2 ഇൻറ്റു 9 ഇൻറ്റു 0.25 ആണല്ലേ? അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നേ? 4.5 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവരെല്ലാവരെയും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. 81 എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് എഴുതാം? 81.0000 അല്ലേ? അങ്ങനെ എഴുതാം അല്ലേ? റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത ആരാണ്? 4.5 ഉണ്ട് അല്ലേ? 4.5ന് നമുക്ക് ഇങ്ങനെ എഴുതാം. ബാക്കി നമുക്ക് 0 ഇട്ട് കൊടുക്കാം അല്ലേ? അവിടെ ഒന്നും ഇല്ല എന്ന് പറയുന്നതിന് മീനിങ് എന്താണ്? അവിടെയൊക്കെ 0 ആണ് എന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ആരാണ്? 0.0625 ആണുള്ളത് അല്ലേ? അപ്പൊ 0.0625 നമുക്ക് എഴുതാം. ഇനി ഇവരെല്ലാവരെയും നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 005 എന്ത് വരും? 5 എന്ന് നമുക്ക് കിട്ടും. 0 പ്ലസ് 0 പ്ലസ് 2 എത്ര വരും? 2 എന്ന് നമുക്ക് കിട്ടും അല്ലേ? 0 പ്ലസ് 0 പ്ലസ് 2 ദാറ്റ് ഈസ് 2. 0 പ്ലസ് 0 പ്ലസ് 6 എന്ത് വരും? 6 എന്ന് നമുക്ക് കിട്ടും. 0 പ്ലസ് 5 പ്ലസ് 0 നമുക്ക് എന്ത് വരും? 5 എന്ന് കിട്ടും. ഇനി 1 പ്ലസ് 4 എത്രയാണ്? 5 ആണ്. പിന്നെ ഇവിടെ ഒരു 8 ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 85.5625 എന്ന് നമുക്ക് എന്ത് കിട്ടി? 9.25ന്റെ സ്ക്വയർ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിച്ചേ? നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അല്ലെങ്കിൽ എളുപ്പ പണിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് വരുന്ന ഫോമിലും ഓക്കെ അതും നമ്മൾ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് വരുന്ന കേസിലും ഇത് നമ്മൾ പോസിബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടു. ഓക്കെ.